സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ നിയമസഭ പ്രക്ഷുബ്ധമായി. വിലക്കയറ്റം പിൻവലിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. വില വർദ്ധിപ്പിച്ചിട്ടില്ല, സബ്സിഡി നിരക്ക് ഉയർത്തുക മാത്രമാണ് ചെയ്തത് എന്നായിരുന്നു ഭക്ഷ്യമന്ത്രിയുടെ വാദം. മന്ത്രിയുടെ മറുപടിയിൽ പ്രതിഷേധിച്ച സഭയുടെ നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചു. കേരളത്തെ കൊള്ളയടിച്ച PV&N കമ്പനി എന്ന ബാനറുമായിട്ടാണ് പ്രതിപക്ഷം ഇന്ന് സഭയിലെത്തിയത്. സഭാ സമ്മേളനം അവസാനിക്കുന്നതിന്റെ തൊട്ടു തലേദിവസം അവശ്യ സാധനങ്ങളുടെ വില കൂട്ടാൻ സർക്കാർ തീരുമാനിച്ചത് സഭാതലത്തെ ചൂടുപിടിപ്പിക്കുമെന്ന് ഉറപ്പായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ വിലക്കയറ്റം സഭയെ ബഹളമയമാക്കി. സഭ നടക്കുമ്പോൾ കൈക്കൊണ്ട തീരുമാനം സഭയെ അറിയിക്കാതെ പുറത്തു പ്രഖ്യാപിച്ചത് അവഹേളനപരമെന്ന് വിമർശിച്ച പ്രതിപക്ഷ നേതാവ് വിലക്കയറ്റം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. സർ, ഈ സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ഒരു കാര്യം സഭയ്ക്ക് പുറത്തു പറയുന്നത് ഈ സഭയോടുള്ള അവഹേളനമാണ് എന്ന് ഇത് മുൻകൂടെ റൂളിംഗ് ഉണ്ടായിട്ടുണ്ട്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ഒരു കാരണവശാലും സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് ജനങ്ങൾക്ക് വാക്കുകൊടുത്തോണ്ടാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ വിലക്കൂട്ടലിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്ത് കരുതലോടെയായിരുന്നു ഭക്ഷ്യമന്ത്രിയുടെ മറുപടി. ഇതിനെ സംബന്ധിച്ച് ഒരു ഉത്തരവോ കാര്യങ്ങളോ, അതുകൊണ്ട് സഭാ നടപടികളിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ച വിഷയത്തിന്റെ വസ്തുത ഞാൻ പറയാം. അതുമാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. 25% നിന്ന് 35% സബ്സിഡി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. മന്ത്രിയുടെ മറുപടി ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു. സംസാരം സ്പീക്കർ തടഞ്ഞതോടെ സഭയിൽ പ്രതിഷേധം ഇരമ്പി. ഇത് ശരിയല്ല കേട്ടോ, ചെയറിന്റെ മുഖം മറക്കുന്നത് ശരിയല്ല, ശരിയല്ല കേട്ടോ, ചെയറിന്റെ മുഖം മറക്കുന്ന രീതി ശരിയല്ല. ആക്ഷേപകരമായ ബാനറും പ്രതിഷേധവും കണ്ട് ഭരണപക്ഷാംഗങ്ങളും മുൻനിരയിലേക്ക് ഇരച്ചെത്തി. ബഹളത്തിനിടയിൽ വോട്ടെണ്ണക്കോട് പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.